ഉദ്യോഗം നിറഞ്ഞ ആദ്യ പകുതി, കെട്ടഴിച്ചു കേസിലേക്കെത്തുന്ന രണ്ടാം പകുതി, ഒപ്പം ബോണസായി കൈയടിപ്പിച്ച് മമ്മൂട്ടിയും. ജയറാമിന്റെ അബ്രഹാം ഓസ്ലറെ കാണാൻ ഇതിൽ കൂടുതൽ കാരണങ്ങളൊന്നും വേണ്ട. ആദ്യ പകുതിയിൽ ജയറാമിന്റെ അതിശക്തമായ ഭാവമാണ് സിനിമയിൽ ഉയർന്നു നിൽക്കുന്നത്. അതോടൊപ്പം കുറ്റാന്വേഷണത്തിന്റെ രീതികൾ പ്രേക്ഷകരിലേക്കെത്തിക്കുന്ന സംഗീതവും മേക്കിംഗ് രീതിയും. ഉദ്യോഗജനകമായ രീതിയിലൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷനെ കൊണ്ടുപോയ ആദ്യ പകുതിയേക്കാൾ കഥയുടെ ഉള്ളിലേക്കിറങ്ങുന്ന രണ്ടാം പകുതിയാണ് പ്രേക്ഷകനെ കൂടുതൽ ആകർഷിക്കുക. ജയറാമും സെന്തിലുമാണ് ആദ്യ പകുതിയുടെ ആകർഷണമെങ്കിൽ മമ്മൂട്ടിയും സൈജുകുറുപ്പും അനശ്വരരാജനും ജഗദീഷും ഉൾപ്പെടെയുള്ള വൻ താരനിരയാണ് രണ്ടാം പകുതിയെ ആവേശമാക്കാനെത്തുന്നത്. ഒരു സൂചനയും നൽകാതെ രണ്ടാം പകുതിയിൽ നിനയ്ക്കാത്തൊരിടത്ത് മാസ് എൻട്രി നടത്തുന്ന മമ്മൂട്ടിയുടെ ഡോക്ടർ അലക്സാണ്ടർ തിയേറ്റർ ഇളക്കി മറിക്കുമ്പോൾ ജയറാം മമ്മൂട്ടി ആരാധകർക്ക് വിരുന്നാകും ഈ സിനിമ. മൂന്നാറിലെ റിസോർട്ടിൽ ഭാര്യയെയും മകളെയും കൂട്ടി 2 ദിവസത്തെ അവധി ചെലവഴിക്കാനെത്തുന്ന സിറ്റി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ അബ്രഹാം ഓസ്ലർക്ക് വരുന്ന അജ്ഞാത ഫോൺ കോളിലെ കൊലപാതകത്തിലൂടെയാണ് സിനിമ ആരംഭിക്കുന്നത്. പ്രേക്ഷകരെ പരമാവധി മുൾമുനയിൽ നിർത്തുന്ന വിധത്തിൽ സിനിമയുടെ ഇൻട്രോ രംഗങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തൻ്റെ വ്യക്തിജീവിതത്തിൽ സംഭവിച്ച വൻ ദുരന്തം ഇടയ്ക്ക് മതിഭ്രമത്തിലേക്കെത്തിക്കുന്നുണ്ട് നായകനെ. അയാൾ പലപ്പോഴും മറ്റുള്ളവർ കാണാത്തത് കാണുകയും കേൾക്കാത്തത് കേൾക്കുകയും ചെയ്യും. പുസ്തകക്കൂട്ടത്തിലേക്ക് ഇഴഞ്ഞു കയറുന്ന പാമ്പും നിശ്ചലമായ ടെലിവിഷൻ സെറ്റിനു മുമ്പിലെ പൂച്ചയും ജയിൽ കമ്പികളിലെ ഓന്തുമൊക്കെ അയാളുടെ മാത്രം തോന്നലുകളാണ്. എന്നാൽ അതാവട്ടെ പ്രേക്ഷകനെ എളുപ്പത്തിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള സംവിധായകന്റെ ഉപകരണങ്ങളുമാണ്. കാഴ്ചക്കാരന്റെ ചിന്തയുടെയും പ്രതീക്ഷയുടെയും മുകളിൽ കയറി ഭരിക്കുന്നിടത്താണ് സിനിമയുടെ എഴുത്തും സംവിധാനവും വിജയിക്കുന്നത്. ഓ, ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാ, ഇനിയുള്ള രംഗം ഇങ്ങനെയായിരിക്കുമെന്നൊക്കെ പ്രേക്ഷകൻ ചിന്തിക്കുന്ന നിമിഷത്തിലായിരിക്കും ഒറ്റ ട്വിസ്റ്റിൽ അബ്രഹാം ഓസ്ലർ ദിശ മാറുന്നത്. കഥ പറച്ചിൽ രീതി ചിലയിടങ്ങളിലൊക്കെ സങ്കീർണമായി തോന്നുമെങ്കിലും സിനിമയുടെ മേക്കിങ്ങിൽ അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് സംവിധായകൻ. കോഴിക്കോടും തൃശ്ശൂരുമാണ് കഥ നടക്കുന്നത്. അബ്രഹാം ഓസ്ലറിൽ കൗതുകം തോന്നിയ ഒരു കാര്യം 2 വർഷം മുമ്പ് ഇറങ്ങിയ റത്തീന സംവിധാനം നിർവഹിച്ച പുഴു സിനിമയുടെ അതേ ത്രെഡ് തന്നെയാണ് ഈ സിനിമയ്ക്കുമെന്നതാണ്. പുഴുവിൽ മമ്മൂട്ടിയോടൊപ്പം കസറിയ അപ്പുണ്ണി ശശിയും ഈ സിനിമയോടൊപ്പമുണ്ട്. ഒരേ ത്രെഡിനെ 2 വിധത്തിൽ ഒരു സാമ്യവുമില്ലാതെ പൂർത്തിയാക്കുമ്പോൾ വ്യത്യസ്ത ചിന്തകളാണ് വിജയം നേടുന്നത്. അബ്രഹാം ഓസ്ലർ മറ്റൊരു കൗതുകം കൂടി പ്രേക്ഷകർക്കായി ചേർത്തുവെച്ചിട്ടുണ്ട്. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ശ്യാം സംഗീതം നൽകിയ ജോഷി മമ്മൂട്ടി ചിത്രം നിറക്കൂട്ടിലെ പൂമാനമേ ഒരു രാഗമേഘം താ എന്ന ഗാനം റീമേക്ക് ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്നു. 2 ഇടങ്ങളിലൂടെ പോകുന്ന കഥയുടെ ഒഴുക്കിനെ ഒന്നിലേക്കെത്തിക്കാൻ സംവിധായകൻ ഈ ഗാനമാണ് ഫ്ലാഷ് ബാക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സിനിമയുടെ അവസാന ഭാഗത്ത് ആടുജീവിതത്തിലൂടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനായി മാറിയ ബെന്യാമിനും രംഗത്ത് വരുന്നുണ്ട്. കുറേ നാളുകൾക്ക് ശേഷം ജയറാം തകർത്താടിയ മലയാള സിനിമയാണ് അബ്രഹാം ഓസ്ലർ. സിനിമ തീരുമ്പോൾ ഒരു 2ാം ഭാഗ സാധ്യതയെ ഒളിപ്പിച്ചു വെക്കാനും മിഥുൻ മാനുവൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബൈ.